തമിഴ്നാട്ടിൽ ഏതൊക്കെ പാർട്ടികൾ ഏതൊക്കെ മുന്നണിയിൽ നിൽക്കുമെന്ന് അപ്രവചനീയമാണ്. ദ്രാവിഡ പക്ഷ പാർട്ടികൾക്ക് വളക്കൂറുള്ള തമിഴ്നാട്ടിലെ മണ്ണിൽ ഇവർക്കൊപ്പം നിൽക്കുക എന്ന ജോലി മാത്രമാണ് മറ്റു പാർട്ടികൾക്കുള്ളത്. നിലവിൽ ദ്രാവിഡ മുന്നേറ്റ കഴകമാണ് തമിഴ്നാട് ഭരിക്കുന്നത്. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന ADMK പ്രതിപക്ഷത്തും നില ഉറപ്പിക്കുന്നുണ്ട്. ശക്തമായ സാന്നിധ്യമാകുന്ന കോൺഗ്രസ് DMK പക്ഷത്താണ് നിലനിൽക്കുന്നത്. ഇതിനിടയിലേക്കാണ് പുതിയ പാർട്ടിയുമായി സൂപ്പർ താരം കമൽഹാസൻ നടന്നു വന്നത്. സിനിമയിലെ മികവ് പക്ഷേ കമലിന് രാഷ്ട്രീയത്തിൽ പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും വലിയ തോൽവിയാണ് കമലിന്റെ മക്കൾ നീതിമയ്യത്തെ കാത്തിരുന്നതും. വീണ്ടും മറ്റൊരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കണോ അതോ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായി നിൽക്കണോ എന്ന കൺഫ്യൂഷനാണ് കമൽഹാസനുള്ളത്. ദിവസങ്ങൾക്കുള്ളിൽ സ്ഥാനാർത്ഥികളെ അടക്കം പ്രഖ്യാപിക്കേണ്ടത് കൊണ്ട് തന്നെ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയുമാണ് കമൽഹാസൻ. ചൊവ്വാഴ്ച ചെന്നൈയിലാണ് കമലിന്റെ പാർട്ടി യോഗം ചേരുന്നത്. നിലവിൽ മക്കൾ നീതി മയ്യം DMKക്കൊപ്പം നിൽക്കാനുള്ള തന്ത്രങ്ങളാണ് മെനയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഏതെങ്കിലും പാർട്ടിക്കൊപ്പം കയറി കൂടിയില്ലെങ്കിൽ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന് കമൽഹാസന് നല്ല ബോധ്യവുമുണ്ട്. അതിനിടെ കമൽ CPMൽ ചേരുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിവിൽ നിന്ന് വിപരീതമായി BJP തമിഴ്നാട്ടിൽ ശക്തമായ സാന്നിധ്യമാകുമെന്നാണ് പറയപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷത്ത് കൂടുതൽ സീറ്റ് ഉണ്ടാകുമെന്ന് DMK ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിൽ എല്ലാ സീറ്റിലും ജയിക്കുകയാണ് DMKയുടെ ലക്ഷ്യം. കോയമ്പത്തൂർ ഉൾപ്പെടെ 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ മക്കൾ നീതി മയ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണവും തുടങ്ങിയിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് ജനവിധി തേടാൻ കമൽഹാസനും താല്പര്യമുണ്ട്. CPMന്റെ സിറ്റിംഗ് സീറ്റാണ് കോയമ്പത്തൂർ. CPMൽ ചേർന്നാൽ കോയമ്പത്തൂരിൽ വലിയ ബലം പിടുത്തമില്ലാതെ കമൽഹാസന് സീറ്റ് ലഭിക്കും. പോരാത്തതിന് DMK നയിക്കുന്ന മുന്നണിയിലാണ് CPM നിൽക്കുന്നതും. CPM വഴി DMKക്ക് ഒപ്പം നിൽക്കാനുള്ള അവസരവും കമൽഹാസന് കിട്ടും. അതേസമയം CPMലേക്ക് ചേക്കേറുന്നതിനേക്കാൾ തമിഴ്നാട്ടിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുമായി ചേരുന്നതാണ് ഉചിതമെന്ന നിലപാടാണ് പാർട്ടി അണികൾക്കുള്ളത്. നേരത്തെ കോയമ്പത്തൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കമൽഹാസൻ തോറ്റിരുന്നു. കോയമ്പത്തൂരിൽ BJPയും അതിശക്തമായ മത്സരത്തിനാണ് ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തി സീറ്റ് നിലനിർത്താനാണ് CPM ആഗ്രഹിക്കുന്നത്. ദേശീയ തലത്തിൽ കമൽഹാസന്റെ മുഖം CPMന് പുതിയ പ്രതീക്ഷയാകുമെന്ന് ആ പാർട്ടിയും കണക്കാക്കുന്നുണ്ട്.